ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അപ്പോൾ നമ്മൾ പഠിച്ചത് ദാത്തുൻ നിതാഖൈൻ എന്ന പാഠമായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പുതിയ പാഠം പഠിക്കാം. ജായിസത്തു നൂബൽ. നഖ്റഉ നമുക്ക് വായിക്കാം, വ തുദ്രികു നമുക്ക് മനസ്സിലാക്കാം. ജായിസത്തു നൂബൽ. ജായിസത്ത് എന്ന് പറഞ്ഞാൽ പ്രൈസ, അവാർഡ് എന്നൊക്കെ പറയും. നോബൽ എന്ന് പറഞ്ഞാൽ നോബൽ, അപ്പം നോബൽ പ്രൈസ്. السيدة توكل عبد السلام كرمان يمانية الجنسية، ولدت في 7 فبراير سنة 1979 ميلادية. السيدة എന്ന് പറഞ്ഞാൽ മിസ് എന്നർത്ഥം. തവക്കുൽ അബ്ദുസ്സലാം കർമാൻ. തവക്കുൽ അബ്ദുസ്സലാം കർമാൻ എന്ന വ്യക്തി മഹദി. യമാനിയത്തുൽ ജിൻസിയ. യമാനിയത്തുൻ ജിൻസിയ, യമൻ സ്വദേശിനിയാണ്. യമൻ സ്വദേശിനിയാണ്. ഒലിദത്ത് അവൾ ജനിച്ചു. ഫി 7 ഫെബ്രുവരി ഫെബ്രുവരി 7 സനത 1979 മീലാദിയ 1979 ഫെബ്രുവരി 7 അവൾ ജനിച്ചു. വഹിയ അവൾ ഖാതിബത്തുൻ വസിഹാഫിയ. ഖാതിബത്ത് റൈറ്ററാണ്, എഴുത്തുകാരിയാണ്. വസിഹാഫിയ ജേർണലിസ്റ്റുമാണ്. കതബത്ത് അദീദ من المقالات في الصحف اليمنية والعربية عن حرية الصحافة. كتبت അവൾ എഴുതി. ആര്? തവക്കുൽ അബ്ദുസ്സലാം കർമാൻ എഴുതി. അദീദൻ നിരവധി, മിൻ മഖാലാത്തിൻ ലേഖനങ്ങൾ, നിരവധി ലേഖനങ്ങൾ മഹദി എഴുതി. എവിടെ? ഫി സുഹഫി പത്രങ്ങളിൽ, ന്യൂസ് പേപ്പർ. സുഹഫ് എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ. പത്രങ്ങളിൽ എന്ത് ചെയ്തു? ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. യമനിയ യമൻ പത്രങ്ങളിലും, അല്ല അറബിയ അറബി പത്രങ്ങളിലും, യമൻ പത്രങ്ങളിലൊക്കെ ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തിനെ കുറിച്ചിട്ടാണ്? അൻ ഹുരിയത്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അസ്സിഹാഫ പത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും, ഹുഖൂഖുൽ മർഅത്തി സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും, ഫിലമൻ യമനിൽ സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ചും പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ചും അറബിയിലും യമനിലും അറബി പത്രങ്ങളിലും യമൻ പത്രങ്ങളിലും ഒരുപാട് ലേഖനങ്ങൾ അവൾ എഴുതിയിട്ടുണ്ട്. തഖറജത്ത്. തഖറജത്ത് എന്ന് പറഞ്ഞാൽ പാസ്സായി, ഫിനിഷ്ഡ് എന്നൊക്കെ അർത്ഥം, പുറത്തു പോവാന്നൊക്കെ അർത്ഥം. അപ്പോൾ തഖറജത്ത് പറഞ്ഞ പാസ്സായി. ആര്? അസയ്യിദത്തു തവക്കുൽ കർമാൻ. തവക്കുൽ കർമാൻ പാസ്സായി. ഫി ജാമിയത്തുൽ ഉലൂമി വസ്സഖാഫ. ഫി ജാമിയ യൂണിവേഴ്സിറ്റിയിൽ. ഏത് യൂണിവേഴ്സിറ്റിയാണ്? അൽ ഉലൂം സയൻസ് വസ്സഖാഫ കൾച്ചർ. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് കൾച്ചർ എന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി. എവിടെ? ഫി സൊൻആ എന്ന സ്ഥലത്തിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് കൾച്ചർ എന്ന സ്ഥലത്ത് നിന്ന് പാസ്സായി. എന്ത് പാസ്സായി? ബി ബക്കാലൂരീസ് ഡിഗ്രി. ബക്കാലൂരീസ് എന്ന് പറഞ്ഞ ഡിഗ്രി. എന്ന് സനത്ത 1990 മീലാദിയ 1999 ഡിഗ്രി പാസ്സായി. ബഅദഹ അതിന് ശേഷം ഹസലത്ത് കരസ്ഥമാക്കി, നേടി, അല മജാസ്തിർ PG. എന്തിൻ്റെ? ഫി ഉലൂമി സിയാസിയ പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ PGയും അതിനുശേഷം, അത് 1999 ഡിഗ്രി പൂർത്തിയാക്കിയതിനു ശേഷം PGയും കരസ്ഥമാക്കി. നാലത്ത് തവക്കുൽ കർമാൻ കസീറ മിൻ തക്രീമിൽ മഹല്ലി. നാലത്ത് നേടി, തവക്കുൽ കർമാൻ നേടി, കസീറൻ ധാരാളം, മിൻ തക്രീം പുരസ്കാരങ്ങൾ, അൽ മഹല്ലി പ്രാദേശിക പുരസ്കാരങ്ങളൊക്കെ നേടി. മിൻ ഖിബലി മുഅസ്സിസാത്തിൻ സ്ഥാപനങ്ങളിൽ നിന്നും, വൻ മുളല്ലിമാത്തിൻ
സംഘടനയിൽ നിന്നും, അപ്പൊ സംഘടനയിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പ്രാദേശിക പുരസ്കാരങ്ങൾ ഒരുപാട് നേടി. تحملت توكل كرمان عددا من العضويات في المؤسسات المحلية والعالمية. تحملت വഹിച്ചു, തവക്കുൽ കർമാൻ വഹിച്ചു, അദദൻ ധാരാളം, മിൻ ഉളൂവിയാത്തി അംഗത്വം, മെമ്പർഷിപ്പ്, എന്തിൻ്റെ, ഫി മുഅസ്സിസാത്തിൽ മഹല്ലിയ വൽ ആലമിയ അന്താരാഷ്ട്രവും പ്രാദേശികവുമായ സ്ഥാപനങ്ങളിൽ നിന്ന് മെമ്പർഷിപ്പ് ധാരാളം കരസ്ഥമാക്കി അല്ലെങ്കിൽ വഹിച്ചു. ഹസലത്ത് അസയ്യിദത്തു തവക്കുൽ കർമാൻ കരസ്ഥമാക്കി, നേടി, അല ജായിസത്തി നോബൽ പ്രൈസ്. എന്തിന്റെ നോബൽ പ്രൈസ് ആണ്? സലാമി സമാധാനത്തിന്റെ നോബൽ പ്രൈസ് നേടി എന്ന് 2011. അപ്പൊ 2011 നോബൽ പ്രൈസ് കരസ്ഥമാക്കി. ഇതാണ് പാഠം. ഇനി അതിന്റെ താഴെ നുറാജിയോ തർജമത്തുൽ ഹയാത്തി ലിസയ്യിദത്തി തവക്കുൽ കർമാൻ വനുഇദ്ദു ഇസ്തിഫ്താഹൻ ലിൽമുഖാലബത്തി മഅഹ. എന്താ പറഞ്ഞത്? തവക്കുൽ കർമാന്റെ ജീവചരിത്രം ഒന്നുകൂടി വായിക്കാൻ. ഇപ്പൊ നമ്മൾ വേറെ പറഞ്ഞ ജീവചരിത്രമാണല്ലോ, അതൊന്നുകൂടി വായിച്ചതിന് ശേഷം വനുഇദ്ദു ഇസ്തിഫ്താഹൻ ചോദ്യവാലി തയ്യാറാക്കാൻ, ലിൽമുഖാബലത്തി മഅഹ ഈ തവക്കുൽ കർമാനോട് കൂടെ ഒരു ഇന്റർവ്യൂ നടത്താനുള്ള ചോദ്യവാലി, ക്വസ്റ്റ്യനേഴ്സ് തയ്യാറാക്കാൻ. എന്തൊക്കെ അതിൽ കുറച്ച് ഞാൻ പറഞ്ഞു തരാം, ബാക്കി നിങ്ങൾ എഴുതണം. ഇപ്പോൾ ഒന്നാമത് പറയുകയാണെങ്കിൽ, നമ്മൾ ഇന്റർവ്യൂ നടത്തുകയാണെങ്കിൽ മസ്മുക്കൽ കാമിൽ, മസ്മുക്കി പെണ്ണായതുകൊണ്ട് മസ്മുക്കി എന്ന് പറയും, ആണായതുകൊണ്ട് ക എന്ന് പറയും. ഇവിടെ കർമാൻ എന്നുള്ളത്, തവക്കുൽ കർമാൻ എന്നുള്ള ആരാ? പെണ്ണാണ്. അതുകൊണ്ട് മസ്മുക്കി അൽ കാമിൽ, എന്താണ് താങ്കളുടെ പരിപൂർണ്ണ നെയിം, ഫുൾ നെയിം എന്താണ്? മാ ജിൻസിയത്തുക്കി, നിങ്ങളുടെ നാഷണാലിറ്റി എന്താണ്? അടുത്തത് മാഹിയ വളീഫത്തുക്കി, നിങ്ങളുടെ ജോലി എന്താണ്? ഐന കാനത്ത് താലീം, എവിടെയായിരുന്നു പഠിച്ചിരുന്നത്? കൈഫ ഹസൽത്തി അലാ ജായിസത്തി നോബൽ പ്രൈസ് എങ്ങനെയാണ് കരസ്ഥമാക്കിയത്? മാഹിയ അഅമാലുകി ഫി മജാലിസ് സലാം, മാഹിയ എന്തൊക്കെയാണ്, അഅമാലുകി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഫി മജാലിസ് സലാം ഈ രക്ഷ എന്ന മേഖലയിൽ, രക്ഷയുടെ സലാമിന്റെ നോബൽ പ്രൈസാണ് കിട്ടിയത്, അതിലെന്തൊക്കെയാണ് പ്രവർത്തനങ്ങളാണ് ഉള്ളത്? ഇത്ര ഞാൻ പറഞ്ഞു. ബാക്കി ഒരു 3 എണ്ണെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ്.